ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറായിട്ട്. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൗത്യ നിയന്ത്രണ കേന്ദ്രം എന്നതിനെ കുറിച്ചിട്ടാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നത്. നാം തിരുവചനത്തിലേക്ക് ചിന്തിക്കാനായിട്ട് കടന്നു പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ഉള്ള ഒരു വികസനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് അല്പസമയം മാറ്റിവെക്കാം. അതായത് നാം നോക്കുമ്പോൾ പലതരത്തിലുള്ള വികസനങ്ങൾ നമുക്ക് ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബഹിരാകാശ വികസനം എന്ന് പറയുന്നത്. അതായത് നാം ജീവിക്കുന്ന അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഒരു റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് ബഹിരാകാശത്ത് നടക്കുന്ന അനേകം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് അതെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത് ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൂടെയാണ് നമുക്കതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്ഥാപനത്തിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് ബഹിരാകാശത്തെ അനേകം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും അവ പകർത്തുന്ന വിവരങ്ങള് ഭൂമിയിലേക്ക് അയക്കുകയും അതിലൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തില് നാം നോക്കുമ്പോൾ അപ്പോളോ പോലുള്ള അല്ലെങ്കിൽ ചന്ദ്രയാൻ പോലുള്ള നിരവധി ബഹിരാകാശ ദൗത്യ പ്രവർത്തനങ്ങൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഹൂസ്റ്റണിൽ സ്ഥിതി ചെയ്യുന്ന മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സെന്റർ ആണ്. അതായത് നാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഉപഗ്രഹങ്ങളെയും നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഉപഗ്രഹങ്ങളുടെ എല്ലാം പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഒരു കേന്ദ്ര സ്ഥാപനം അല്ലെങ്കിൽ ഒരു മിഷൻ കൺട്രോൾ സെന്റർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം നാം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാ പ്രവർത്തികളും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കേന്ദ്ര സ്ഥാനമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഹൃദയമാണ്. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ അതിന്റെ 4-ാം അധ്യായം 23-ാം വാക്യത്തില് ശലോമോൻ രാജാവ് ഇപ്രകാരം പറയുന്നു: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അതായത് നാം നോക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ എല്ലാ സമയത്തും അവന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ശ്വസിക്കുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഒരു ഇടിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പന്ദനം നിലയ്ക്കുന്നത്, ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടമാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതായത് ഒരു ജീവൻ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം തുടങ്ങുന്നത് ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ശലോമോൻ രാജാവ് പ്രകാരം പറഞ്ഞത് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുവാനായിട്ട്. എന്നാൽ നാം പരിശോധിക്കുമ്പോൾ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനേകമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പല വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അതിന്റെ ഒരു ലിസ്റ്റ് നാം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്. അതായത് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. അതായത് നാം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവന്റെ വായിൽ വരുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവന്റെ വായിലൂടെ പുറത്തോട്ട് വരുന്നത്. അതായത് ഒരു മനുഷ്യനെ അശുദ്ധനോ അല്ലെങ്കിൽ ശുദ്ധനോ ആക്കുന്നത് അവന്റെ ഹൃദയമാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ അനേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് എസ്കേലിന്റെ പ്രവചന പുസ്തകം അതിന്റെ 36-ാം അധ്യായം 26-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അതായത് നാം ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് എസ്കേൽ പ്രവചന പുസ്തകത്തില് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞ പോലെ തന്നെ നാം ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതാണ് നാം മുന്നമേ കണ്ടതുപോലെ നമ്മുടെ ഹൃദയത്തില് ദുശ്ചിന്ത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ, എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹൃദയത്തിന് ഉടമയാണ് നാം എങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തോട് അടുത്ത് നിൽക്കുക.
ആ ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുകയും നമുക്ക് നല്ലൊരു ഹൃദയത്തെ, അതായത് കല്ലായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ മാറ്റി മാംസളമായിട്ടുള്ള ഒരു ഹൃദയത്തെ നമുക്ക് നൽകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നാം സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ ദാവീദ് സങ്കീർത്തനം 51 അധ്യായത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവ് എന്നിൽ പുതുക്കണമേ. അതുവരെ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവത്തോട് പ്രാർത്ഥിക്കുക: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സ്ഥാപിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. അത്തരത്തിൽ നാം നിരന്തരം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൈശാചികമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തിൽ നിന്ന്, പാപത്തിന്റെ ആ ഒരു അടിമത്തിൽ നിന്ന് നാം മാറി ദൈവസ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം പ്രവർത്തിക്കുന്നതായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്രകാരം ഓരോ ദിവസവും നാം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനോട് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് നല്ലൊരു ഹൃദയത്തെ എനിക്ക് നൽകി നല്ലൊരു ഹൃദയത്തിന് ഉടമയാക്കി എന്നെ മാറ്റണമെന്ന് നാം ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനെ നന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നതിനായി ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ടതായിട്ടുള്ള വചനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്ത് നല്ലൊരു ഹൃദയത്തിന് ഉടമയാക്കി തീർക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കുമാറാണ്. ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ തരത്തിലുള്ള ദുശ്ചിന്തകളെയും മാറ്റി അശുദ്ധി നിറഞ്ഞായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റി നല്ലൊരു ശുദ്ധിയുള്ള ഒരു ഹൃദയം, മാംസളമായിട്ടുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരി സാവിത്രിനെയും മത്സമേനെയും അതുപോലെ തന്നെ ജീന സഹോദരി ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണ്. നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് അവരെ അവിടെ നിന്ന് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ഒരു കൊടുക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ദൈവത്തിന്റെ നല്ല ഉത്തമ മാതൃകയുള്ള ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിട്ട് തീരുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായ സ്തോത്രം എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.